സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 89-ാം ദശകം പഠിക്കാം. ഈ ദശകത്തിലെ മൃഗാസുര കഥയും ഭൃഗുപരീക്ഷണവും ആണ് വിവരിക്കുന്നത്. രമാ ജാനേ ജാനേ യദിഹ തവ ഭക്തേഷു വിഭോ ന സമ്പദ്യ സദ്യ തദേഹ മദകൃത്വാദശമിനാം പ്രശാന്തിം കൃത്വൈവ പ്രതിശസി തതഃ കാമമഖിലം പ്രശാന്തേഷു ക്ഷിപ്രം നഖലു ഭവതീയേച്യുതി കഥ. രമാജാനെ, ജാനി എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നർത്ഥമുണ്ട്. രമയുടെ മഹാലക്ഷ്മിയുടെ ഭർത്താവ്, അല്ലയോ ഭഗവാനെ എന്നുള്ളതാണ് സംബോധനയാണ്. ജാനേ ജാനേ, അവിടെ ജാനേ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നു, എനിക്കറിയാം. ഏത് യാതൊന്ന് ആണ്. ഇഹ ഇവിടെ, ഏത് ഇഹ, ഏദിഹ എന്നാകും. തവ ഭക്തേഷു, നിൻ്റെ ഭക്തന്മാരിൽ, വിഭവ ഐശ്വര്യം എന്നർത്ഥമാണ്. അത് സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ന സമ്പദ്യ, സമ്പദ്യ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്, നേടുന്നത്. ന സമ്പദ്യ, നേടുന്നതല്ല. ഏത് എന്തെന്നാൽ തത്, അങ്ങനെ വന്നാൽ, പെട്ടെന്ന് ഐശ്വര്യം വന്നാൽ, ഇഹ അശമിനാം മദകൃത്വാത്, ക്ഷാമമില്ലാത്തവർക്ക്, ശാന്തി സ്വഭാവമില്ലാത്തവർക്ക് അത് മദകൃത്താണ്, അഹങ്കാരം ഉണ്ടാക്കും പെട്ടെന്ന് സമ്പത്ത് ഉണ്ടായാൽ. അതുകൊണ്ട് അങ്ങേ ഭജിക്കുന്നവർക്ക് അങ്ങനെ അങ്ങ് പെട്ടെന്ന് സമ്പത്ത് നൽകുകയില്ല എന്നർത്ഥം. പ്രശാന്തിം കൃത്വ ഏവ, അവർക്ക് ആദ്യം നൽകുന്നത് ശാന്ത സ്വഭാവമാണ്. പ്രശാന്തിയെ കൃത്വ ചെയ്തിട്ട് തന്നെ മാത്രം പ്രതിശസി നൽകുന്നു നീ. തതഃ കാമം അഖിലം, അതിനുശേഷം തതഃ അഖിലം കാമം പ്രതിശസി, എല്ലാ ആഗ്രഹത്തെയും നീ നൽകുന്നു. പ്രശാന്തേഷു ക്ഷിപ്രം, പ്രശാന്തി നേടിക്കഴിഞ്ഞാലോ പ്രശാന്തന്മാരിലോ ക്ഷിപ്രമാണ്, പിന്നെ താമസിക്കുകയില്ല, പെട്ടെന്ന് തന്നെ കൊടുക്കുന്നു. നഖലു ഭവതീയേ ച്യുതി കഥ, ഭവതീയൻ എന്ന് പറഞ്ഞാൽ അങ്ങയെ ആശ്രയിക്കുന്നവർ, അങ്ങനെയുള്ളവരിൽ ച്യുതികഥ, യാതൊരു ദോഷവും, അങ്ങനെ ഒരു കഥ ഒട്ടും തന്നെ ഇല്ല. നഖലു സദ്യ പ്രസാദരുഷിതാൻ വിധിശങ്കരാദീൻ കേചിത് വിഭോ നിജഗുണാനുഗുണം ഭജന്തഃ കഷ്ടാഭവന്തി ബദകഷ്ടം അദീർഘദൃഷ്ട്യാ സ്പഷ്ടം മൃഗാസുര ഉദാഹരണം കിലസ്മിൻ. സദ്യ പ്രസാദരുഷിതാൻ, സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രസാദവും രോഷവും ഉണ്ടാകുന്നവരായ വിധിശങ്കരാദീൻ, വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ, ശങ്കരൻ പരമേശ്വരൻ, ആദീൻ തുടങ്ങിയവരെ, കേചിത് ചിലർ, വിഭോ അല്ലയോ പ്രഭു, നിജഗുണാനുഗുണം തൻ്റെ ഗുണങ്ങൾക്ക് അനുഗുണമാണ് ഈ സ്വഭാവം, അങ്ങനെയുള്ള ആൾക്കാരെ, ഇങ്ങനെയുള്ള ദേവന്മാരെ ഭജിക്കുന്നവരായിട്ടുണ്ട്. ഭജന്തു ഭ്രഷ്ടാഭവന്തി, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, എന്നിട്ട് ഭ്രഷ്ടാഹ ഭവന്തി, പല ഭ്രംശവും വന്നവരായിട്ട് ഭവിക്കുന്നു. കഷ്ടം, എന്ത് കഷ്ടമാണ് എന്നർത്ഥം. ബത എന്നുള്ളതിന് അവിയതിന് കഷ്ടം എന്നുള്ള അർത്ഥമുണ്ട്. അദീർഘദൃഷ്ടിയ, അവരുടെ ദീർഘദൃഷ്ടിയില്ലായ്മയാലാണ് അങ്ങനെ വരുന്നത്, സ്പഷ്ടം നിശ്ചയമായും. ഇതിനൊരു ഉദാഹരണമാണ് വൃഗാസുരൻ എന്ന ആ കഥ, ആ അസുരൻ്റെ കഥയാണ്. വൃഗാസുര ഉദാഹരണം, അസ്മിൻ ഉദാഹരണം, ഇതിൽ ഉദാഹരണമെങ്കില ഇതിനൊരു ഉദാഹരണമാണ്. ശകുനിജസ്സതു നാരദമേകദ ത്വരിതദോഷമുപൃച്ഛദധീശ്വരം സചദിദേശഗിരീശമുപാസിതും നതു ഭവന്തം അബന്ധുമസാധുഷു. ശകുനി എന്ന അസുരനെ ജനിച്ചവനായ അവൻ ആകട്ടെ നാരദം ഏകദ ഒരിക്കൽ ത്വരിതദോഷം, പെട്ടെന്ന് സന്തോഷിക്കുന്നവനെ, സന്തോഷിക്കുന്നവൻ ആരാണ്, ഏത് ദേവനാണ് എന്ന് ഇത് അപൃച്ഛത് ചോദിച്ചു. അധീശ്വരം, ത്വരിതദോഷം അധീശ്വരം, പെട്ടെന്ന് സന്തോഷിക്കുന്ന അധീശ്വരന്മാരെന്ന് പറഞ്ഞാൽ ദേവശ്രേഷ്ഠൻ ആരാണ്, അധീശ്വരം അപൃച്ഛത് ആരാണെന്ന് ചോദിച്ചു. സഹച്ച ദിദേശ, അവനും ഉപദേശിച്ചു. ആരെ? ഗിരീശം ഉപാസിതും, ഗിരീശനെ, പരമശിവനെ, ഗിരിപർവ്വതമാണ്, ഗിരിപർവ്വതത്തിൻ്റെ ഈശൻ, ഉപാസിക്കുന്നതിന് വേണ്ടി ഉപദേശിച്ചു. നതു ഭവന്തം, ഭവാനെ ഉപാസിക്കുന്നതിനല്ല ഉപദേശിച്ചത്. അബന്ധും ഭവന്തം, അസാധുക്കളിലെ അബന്ധുവായ ഭവാനെ,
നല്ല ശീലമൊന്നും വന്നിട്ടില്ലാത്തവരിലെ ബന്ധുവല്ല ആര് ഭഗവാൻ. അതാണ് അസാധുഷു അബന്ധും ഭവന്തം ന ഉപദേശ എന്നർത്ഥം. ഉപദേശിച്ചില്ല, അങ്ങനെ പറഞ്ഞില്ല എന്നർത്ഥം. തപസ്തപ്ത്വാ ഘോരം സഖലു കുപിതഃ സപ്തമദിനേ ശിരച്ഛിത്വാ സദ്യ പുരഹരമുപസ്ഥാപ്യ പുരതഃ അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാദ്വൗരേ ഭവതി വിമുഖാനാം ക്വ ശുഭധീഹി. തപഃ തപ്ത്വ തപസ്സിനെ ചെയ്തിട്ട്, ഘോരമായ തപസ്സിനെ ചെയ്തിട്ട്, സഹ ഖലു അവന് നിശ്ചയമായും, കുപിതഃ സപ്തമദിനെ 7 ദിവസം ഘോരമായ തപസ് ചെയ്തു. 7 ദിവസം ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല ഭഗവാൻ. പരമേശ്വരൻ പ്രത്യക്ഷപ്പെടാതിപ്പോൾ കോപമായി, ദേഷ്യമായി. ഘോരമായ തപസ് ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശിരസ് തൻ്റെ തന്നെ ശിരസ് ഛേദിച്ചേക്കാം. അങ്ങനെ വാളെടുത്തു, ശിരസ് ഛേദിച്ചിട്ട് സദ്യ പെട്ടെന്ന് തന്നെ പുരതഃ ഉപസ്ഥാപ്യ. പുരഹരൻ എന്ന് പറഞ്ഞാൽ ത്രിപുരന്മാരെ ഹനിച്ച പരമശിവനെ പുരതഃ മുൻപിൽ ഉപസ്ഥാപ്യ, അവിടെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട്. അപ്പോഴേക്കും പരമശിവന് മനസ്സിലായി ശരിയല്ലല്ലോ, തന്നെ ഉപാസിച്ചിട്ട് താൻ പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് ശിരസ് ഛേദിക്കാൻ പാടില്ലല്ലോ. പെട്ടെന്ന് അവിടെ വന്നു എന്നർത്ഥം. എന്നിട്ട് വരം ചോദിച്ചോളാൻ പറഞ്ഞു. വരം കൊടുത്തു. വരം ചോദിച്ചത് വരം തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതിക്ഷുദ്രമായ രൗദ്രമായ വരത്തെയാണ്, ഒരു ഘോരമായ വനത്തെ. എന്താണ്? ശിരസി കരദാനേന നിധനം. ശിരസിൽ, തലയിൽ കരദാനേന കൈവെക്കുമ്പോൾ, കരം ദാനം ചെയ്യുന്ന കൈവെക്കുമ്പോൾ നിധനം ഉണ്ടാവണം, മരിക്കണം. ഞാൻ ആരുടെ ശിരസിലും ആരുടെയെങ്കിലും ശിരസിൽ കൈവച്ചാൽ ഉടനെ ആൾ മരിക്കണം. ഇതാണ് വരം ചോദിച്ചത്. ജഗന്നാഥനിൽ നിന്ന് വൗറേ വരിച്ചു, വരം നേടി നൃത്തം. ഭവതി വിമുഖാനാം അങ്ങയിൽ വിമുഖന്മാർക്ക്, അങ്ങയിൽ ഭക്തി ഇല്ലാത്തവർക്ക്, ക്വ ശുഭധീഹി എവിടെയാണ് ശുഭമായിട്ടുള്ളൊരു ബുദ്ധി ഉള്ളത്? ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ അവർക്കുള്ളത് നൃത്തം. മോക്താരം ബന്ധമുക്തോ ഹരിണപതിരിവ പ്രാദ്രവസോധരുദ്രം ദൈത്യാദ്ഭീത്യാസ്മ ദേവോ ദിശി വലതേ പൃഷ്ഠതോ ദത്തദൃഷ്ടി തൂഷ്ണീകേ സർവലോകേ തവ പദമധിരോക്ഷ്യന്തമുദ്ദീക്ഷ്യ സർവം ദൂരാദേവഗ്രതസ്ത്വം പടുവടുവപുഷാതസ്ഥിഷേ ദാനവായ. മോക്താരം മോചിപ്പിക്കുന്നവനെ, ബന്ധത്തിൽ നിന്നും ബന്ധമുക്തനായ ഹരിണപതി. ഹരിണം എന്ന് പറഞ്ഞാൽ സിംഹപതി, സിംഹശ്രേഷ്ഠനെ പോലെ. അപ്പോൾ സിംഹശ്രേഷ്ഠൻ ഒരു വലയിലോ മറ്റോ ആയാൽ അതിനെ ചെന്ന് തുറന്നു വിട്ടാൽ എന്താ ചെയ്യുന്നത്? ഉടനെ തന്നെ ആ തുറന്നു വിട്ട ആളിൻ്റെ നേരെ ചാടി വരും. അതുപോലായിരുന്നു ഈ മൃഗാസുരൻ ചെയ്തത്. എന്നാൽ പരമശിവൻ്റെ നേർക്ക് കൈ എന്നാ ഒന്ന് നോക്കിക്കളയാം, കൈ തലയെ വെച്ചാലേ. പരമശിവൻ്റെ തലയിൽ ഒന്ന് വെച്ച് നോക്കാൻ ചെന്നു. താൻ വരം കൊടുത്ത ആളിനെ നിഗ്രഹിക്കാൻ പാടില്ല, ഉടനെ ഓടി രക്ഷപ്പെടുക. അത് തന്നെയാണ് നല്ലത്. രുദ്രൻ രുദ്രൻ്റെ പുറകെ ഓടി. സഹ അഥ ആ സഹ അവനും ദൈത്യനിൽ നിന്ന് ഭീതിയോടുകൂടി ദേവ മഹാദേവൻ ദിക്കുകളിൽ എല്ലായിടത്തും നൃത്തം. വലതേ ഓടി നൃത്തം. വലതേ സ്മ ഓടുന്നു എന്നാണ്. സ്മ വരുമ്പോൾ ഓടി. പൃഷ്ഠതോ ദത്തദൃഷ്ടി പുറകിലേക്ക് ദൃഷ്ടി, കണ്ണ് പതിപ്പിച്ച് പുറകെ നോക്കിക്കൊണ്ടാണ്. പുറകെ വരുന്നുണ്ട്, ഈ മൃഗാസുരൻ വരുന്നുണ്ട്. തുഷ്ണീകേ സർവ്വലോകെ ലോകം മുഴുവൻ നോക്കി നിൽക്കുകയാണ്. ഇനി പരമശിവൻ ഇതിനെ പേടിച്ച് ഓടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. നോക്കി നിന്നപ്പോൾ തവ പദം അധിരോക്ഷ്യന്തം, ഓടിയിട്ട് അവസാനം നീ അങ്ങയുടെ പദത്തിലേക്ക്, വൈകുണ്ഠപദത്തിലേക്ക് കയറാൻ നിൽക്കുന്നവൻ ഓടി അവിടോട്ട് വരുന്ന ആ ഭഗവാനെ കണ്ടപ്പോൾ, ആ മഹാദേവനെ കണ്ടപ്പോൾ, ഉദ്ദീക്ഷ കണ്ടിട്ട് സർവം മഹാദേവനെ, പരമശിവനെ കണ്ടിട്ട് ദൂരത്തിൽ തന്നെ അഗ്രതത്വം, അഗ്രത എന്ന് പറഞ്ഞാൽ മുമ്പിൽ, ദാനവായ ആ ദാനവനായിക്കൊണ്ട് മുമ്പിൽ വടുവപുഷ ശ്രേഷ്ഠനമായ ഒരു വടു എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണക്കുട്ടി ആണ് വടു എന്ന് പറയുന്നത്. ആ ശരീരം സ്വീകരിച്ചിട്ട് തസ്ഥിഷേ അവിടെ നിന്നു. ഭദ്രം തേശാഗുനേയ ഭ്രമസി മധുനാ ത്വം പിശാചസ്യ വാചാ സന്ദേഹശ്ചന്മദുക്തൗ തവ കിമു ന കരോഷ്യങ്കുലീ മംഗമൗലൗ
ത്വം ത്വദ്വാക്യമൂഢ ശിരസി കൃതകര സോപതച്ഛിന്നപാദം ഭ്രംശോ ഹ്യേവം പരോവാസിതുരവുജ ഗതി ശൂലിനോവി ത്വമേവ. ഭദ്രം തേ ശകുനയ, അല്ലയോ ശകുനയ, ശകുനിയുടെ പുത്രനായ അല്ലയോ മഹാത്മാവേ, നിനക്ക് ഭദ്രം, നിനക്ക് സുഖമാണല്ലോ, നിനക്ക് സുഖം ഉണ്ടാവട്ടെ. മഹാവിഷ്ണു ആ ബ്രഹ്മചാരി പറയുക, കൂടി വരുന്ന അസുരനോട് പറയുകയാണ്. അസുരൻ അപ്പം ബ്രഹ്മചാരിയെ കണ്ട് അവിടെ നിന്നപ്പം അല്പനേരം നിന്നു. അപ്പോഴാണ് ഭ്രമസിക്കും മധുന, എന്തിനാണ് ഭ്രമിക്കുന്നത്, ഓടിപ്പോകുന്നത്? അതിനാ ഇപ്പോഴും എന്താണ് ഇങ്ങനെ ഭ്രമിച്ചോടുന്നത്? ത്വം പിശാചസ്യ വാച, ഈ പിശാചൻ്റെ വാക്ക് കേട്ടിട്ട്, വാക്കിനാൽ നീ എന്തായി ഓടുന്നത്? സന്ദേഹച്ചൽ ഇപ്പോൾ പറഞ്ഞു, ഇത് ഈ പോകുന്ന ആളൊരു പിശാച സ്വഭാവം ഉള്ള ആളാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ചുടലക്കാട്ടിലൊക്കെയാണ് നിൽക്കുന്നത്, കാളയുടെ പുറത്തുമൊക്കെ പോകുന്നത്. ഈ ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അങ്ങ് ഇങ്ങനെ ഓടുന്നത് വലിയ കഷ്ടമാണ്. അത് അങ്ങനെ ഈ പിശാച സ്വഭാവമുള്ള ഈ ആൾ പറഞ്ഞാൽ അത് സത്യമാണെന്ന് അങ്ങേക്ക് തോന്നിയത് വളരെ ബുദ്ധിമോശതാണ്. അങ്ങ് കൈ അങ്ങയുടെ തലയിലൊന്ന് വെച്ച് നോക്കുക, വല്ല ഒരു എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊന്ന് വെച്ച് നോക്കുക എന്ന് പറഞ്ഞു വന്നത്. സന്ദേഹം ഉണ്ടെങ്കിൽ മധുക്തവും, ഞാൻ പറയുന്നത് ഉക്തിയാണ്, എൻ്റെ വാക്ക് സംഭവമുണ്ട്. കിമു തവ കിമുന കരോഷി അങ്കുലി അംഗമൗലവും, തവ മൗലവും, അങ്ങയുടെ മൗലിയിൽ ശിരസിലെ അങ്കുലി ആ വിരലിനെ, അല്ലയോ അംഗ ശ്രേഷ്ഠ, കിമുന കരോഷി, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആ തലയിൽ എന്താണെന്ന് തൊട്ട് നോക്കാത്തത്? നിന്നിട്ട് വേണ്ടേ ഓടാൻ, അല്ലാതെ ഇങ്ങനെ ക്ഷീണിച്ച് ഓടേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അസുരനും തോന്നി ശരിയാണ് എന്ന് തോന്നി, പറയുന്നതിൽ വാസ്തവമുണ്ട്. ഇദ്ദേഹം വെറുതെ അല്ലെങ്കിൽ ഓടത്തില്ലേ ഇത്ര ശക്തിത്വം ത്വദ്വാക്യം മൂഢ, ഇപ്രകാരം അങ്ങയുടെ വാക്യത്താൽ മൂഢനായ അവൻ ശിരസി കൃതകര, ശിരസിൽ കൈവച്ചവനായിട്ട് സോപതത്, അവൻ പതിച്ചു. ഛിന്നപാദം ഭ്രംശോ ഹ്യേവം പരോപാസിതുരവിജ, പരോപാസിതു, മറ്റൊരാളിനെ ഉപാസിക്കുന്നവന് ഏവം ഭ്രംശ ഹി, ഇപ്രകാരം ഭ്രംശം എന്ന് പറഞ്ഞാൽ പതനം തന്നെ, എന്ന് പറഞ്ഞാൽ പതനം തന്നെ. ഗതി ശൂലിനഃ അഭി ത്വമേവ ഗതി, ശൂലി എന്ന് പറഞ്ഞാൽ പരമശിവന്, ശൂലിനഃ പരമശിവൻ സൃഷ്ടിയാണ്, അഭി ശൂലിനും പരമശിവനും ത്വമേവ ഗതി, അങ്ങ് തന്നെയാണ് ആശ്രയം. ഗതിയും വേറൊരു കഥയാണ്, ഇത് മൃഗാസുരൻ്റെ കഥയായിരുന്നു പറഞ്ഞത്. ഇനിയും ഭൃഗു മഹർഷി ഈ 3 ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് അറിഞ്ഞിട്ട് വരാൻ ഈ ഭൃഗു മഹർഷിയെ താപസന്മാരെല്ലാവരും കൂടെ ഒരിടത്ത് കൂടിയിട്ട് അയക്കുകയാണ്. ആ കഥയാണ് ഞാൻ പറയുന്നത്. ഭൃഗും കില സരസ്വതീ നികടവാസിനസ്താപസ ത്രിമൂർത്തിഷു സമാദിശന്നധിക സത്വതാം വേദിതും അയം പുനരനാദരാദുദിതരുദ്ധരോഷേ വിധൗ ഹരേ വിജയിഹിംസിഷൗ ഗിരിജയാ ധൃതേ ത്വാമഗാത്. ഭൃഗുവിനെ കില പോലും അവയവാണ്. സരസ്വതീ നികടവാസിന, സരസ്വതി നദിയുടെ നികടം സമീപത്ത് എല്ലാവരും കൂടെ ഒന്ന് ചൂടി ഈ താപസന്മാർ, വാസികളായ താപസന്മാർ ത്രിമൂർത്തികളിൽ സമാദിശൻ അധിക സത്വതാം വേദിതും, അധിക സത്വത ഏറ്റവും അധിക ശ്രേഷ്ഠത, വേദിതും എന്ന് പറഞ്ഞാൽ അറിയുന്നതിനായിട്ട് സമാദിശ അയച്ചു. ഭൃഗുമഹർഷി പോയി അത് പരീക്ഷിച്ചിട്ട് വരണം എന്ന് അയച്ചു. അയം ഇവൻ പുനഃ പിന്നീട് അനാദരാത്, ആദ്യം ബ്രഹ്മദേവൻ്റെ അടുത്താണ് ചെന്നത്. അപ്പോൾ ബ്രഹ്മദേവൻ അതിനെ ആദരിച്ചില്ല, അല്പം പോലും ആദരിക്കാതെ അവിടെ നേരെ കയറി ചെന്നു. അപ്പം പെട്ടെന്ന് ദേഷ്യം വന്നു ബ്രഹ്മദേവന്. പക്ഷേ രോഷം അടക്കി. അതാണ് അനാദരാത് ഉദിതരുദ്ധരോഷ, ഉദിക്കുകയും ചെയ്തു, പക്ഷേ അത് അടക്കുകയും ചെയ്തു, രോഷം ഉണ്ടായി. വിധി ബ്രഹ്മദേവൻ അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ നേരെ പരമേശ്വരൻ്റെ അടുത്താണ്. ഹരേപിജ, ഹരൻ എന്ന് പറഞ്ഞാൽ പരമശിവനാണല്ലോ. ഹരിയിലും ഹിംസിഷവും, ഹരി രോഷമല്ല ഉണ്ടായത്, ഹനിക്കാൻ തന്നെ തുടങ്ങി, അങ്ങ് വധിച്ചേക്കാമെന്ന് തീരുമാനിച്ചു. അതുപോലെ ഭഗവതി പറയുന്നത് ഒരു സഹോദര സ്ഥാനമുണ്ട് ഈ ഭൃഗു മഹർഷിക്ക് പരമശിവൻ. അപ്പം നേരെ ചെന്ന് കെട്ടിപ്പിടിക്കാൻ ചെന്നു. ഈ പരമശിവൻ്റെ ഒരു മഹത്വത്തിൽ അതൊട്ടും തന്നെ എന്താണ്, എല്ലാവരും എപ്പോൾ കണ്ടാലും ആദരിച്ച് നമസ്കരിക്കുന്ന ആളാണല്ലോ, മനഃപൂർവ്വമാണ്. അപ്പം പരമശിവൻ ദേഷ്യമായിട്ട് ഹിംസിക്കാൻ തുടങ്ങിയപ്പോൾ പാർവതീദേവി അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഗിരിജയ, പാർവതീദേവിയാൽ ധൃതം എന്ന് പറഞ്ഞാൽ തടസ്സം വേണ്ട, അത് വേണ്ട, അങ്ങയുടെ സഹോദരസ്ഥാൻ ഉള്ള ആളല്ലേ എന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ത്വാം അഗാത്, പിന്നീട് വൈകുണ്ഠത്തിൽ നിന്നെ സമീപിച്ചു. സുപ്തം രമാങ്കഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിദിഘ്നതി പദേന മുദോത്ഥിതസ്ത്വം സർവം ക്ഷമസ്വ മുനിവൈര്യ ഭവേൽ സദാ മേ ത്വത്പാദചിഹ്നമിഹ ഭൂഷണമിത്യവാദീ. അവിടെ ചിലപ്പോൾ ഭഗവാന് രമാങ്കഭൂവി, രമയുടെ മടിയിൽ തലവെച്ച് ആ ഭൂവിൽ സുപ്തനായിരുന്നു, ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഭഗവാനെ എല്ലാം മുന്നിൽ കാണുന്നുണ്ട്. ഭഗവാനെ അവിടെ ഉറങ്ങിക്കിടക്കാമെന്ന് വിചാരിച്ച് അവിടെ ഉറങ്ങിക്കിടന്നു. അതാണ് സുപ്തൻ, ഉറങ്ങിക്കിടന്ന പങ്കജലോചനായ നിന്നെ വിപ്രേ. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ കിടന്നപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത് ചെന്നപ്പോൾ അനങ്ങുന്നില്ല, എണീക്കുന്നില്ല. അപ്പോൾ ഈ ഭൃഗു വലിയ മഹർഷിമാരാണ്. മഹർഷിമാർ വരുന്നത് നേരത്തെ കണ്ട് അവരെ ആദരിക്കേണ്ടതാണ്. അത് അനങ്ങുന്നില്ല. അപ്പം മഹർഷി എന്ത് ചെയ്തു, ഭൃഗു മഹർഷി ഭഗവാൻ കിടന്നതിൻ്റെ അങ്ങേ സൈഡിലോട്ട് കഥ പറയുന്നത് അങ്ങനെയാണ്. അപ്പുറത്തേക്ക് ചാടിയ കൂട്ടത്തിൽ ഭഗവാന്റെ നെഞ്ചത്തൊരു ചവിട്ടും കൂടെ കൊടുത്തു എന്നാണ്. അത് കാല് കൊണ്ടതായിട്ട് വരുന്നോട്ട് ചവിട്ടിയതായിട്ടാണ്. വിപ്രേ വിഘ്നിഘ്നതി, ചവിട്ടിയത് തന്നെയാണ്. പദേന മുദോത്ഥിതസ്ത്വം. അപ്പോൾ ഭഗവാന് കണ്ണു തുറന്നു, സന്തോഷത്തോടു കൂടി എണീച്ചു. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ വന്നത് എന്നുള്ള അർത്ഥത്തിൽ. സർവം ക്ഷമസ്വ, ഞാൻ എണീച്ചില്ല, അങ്ങനെ ആദരിച്ചത്, അത് ക്ഷമിക്കണം. മുനിവരിയ, അല്ലയോ മുനിവരിയ. ഭവേൽ സദാ മേ. ഈ ചവിട്ടിയത് മാത്രമല്ല, അവിടെ മുറിഞ്ഞു. എന്നിട്ട് ആ പാദചിഹ്നം, ആ മുറിവിൻ്റെ അടയാളം, അതാ സദാ എപ്പോഴും ത്വത്പാദചിഹ്നം, നിൻ്റെ പാദം മൂലമുണ്ടായ ഈ ചിഹ്നം മേ ഭൂഷണം, എനിക്ക് അലങ്കാരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. ഞാനത് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് അവാദീഹി, ഇപ്രകാരം പറഞ്ഞു. നിശ്ചിത്യതേജ സുദൃഢം ത്വയി ബദ്ധഭാവാഃ സാരസ്വതാ മുനിപരാദധിരേ വിമോക്ഷം ത്വാമേവമച്യുത പുനശ്ച്യുതിദോഷഹീനം സത്വോച്ചൈയതനുമേവ വയം ഭജാമഹ. നിശ്ചിത്യ, ഇങ്ങനെ നിശ്ചയിച്ചു ആ മഹർഷിമാരെ. നിശ്ചയിച്ചിട്ട് തേജ, അവർ മഹർഷിമാരാണ്. സാരസ്വതാഹ മുനിവരാഹ, സരസ്വതി നദീതീരത്ത് താമസിച്ച മുനിവരന്മാർ, ശ്രേഷ്ഠന്മാർ. സുദൃഢാം ത്വയി സുദൃഢാം ഭക്തിഭാവാഹ, നിന്നിൽ സുദൃഢമായ ഭക്തിഭാവത്തോടു കൂടിയവരായി, നിന്നിൽ ദൃഢമായ ഭക്തിയോടു കൂടിയവരായിട്ട്. വിമോക്ഷം ദധിരെ എന്നാണ്. എന്നിട്ട് അങ്ങയിലെ ഭജിച്ചുകൊണ്ട് പരമസായുജ്യത്തെ ദധിരെ എന്ന് വെച്ചാൽ പ്രാപിച്ചു എന്നർത്ഥം. ത്വാം ഏവം, ഇപ്രകാരം നിന്നെ അല്ലയോ അച്യുത, പുനശ്ച്യുതിദോഷഹീനനായ, യാതൊരു ദോഷവും ച്യുതിയും ഇല്ലാത്തവനായ, ച്യുതിദോഷഹീനനായ നിന്നെ സത്വോച്ചൈകതനും എന്നാണ്. സത്വഗുണത്തിൻ്റെ ഉച്ചയം, അഭിവൃദ്ധി, അത് മാത്രമുള്ള സ്വരൂപമാണ് അങ്ങേക്ക്, തനു സ്വരൂപമായ അങ്ങേ തന്നെ ഏവ വയം ഭജാമഹ, ഞങ്ങളും ഭജിക്കുന്നു. ജഗൽ സൃഷ്ട്യാദൗ ത്വാം നിഗമനിവഹേരു വന്ദിഭിരിവ സ്തുതം വിഷ്ണോ സച്ചിത് പരമരസനിർദ്വൈതപൂഷം പരാത്മാനം ഭൂമൻ പശുപവനിതാ ഭാഗ്യനിവഹം പരീതാപശ്രാന്ത്യൈ പവനപുരവാസിൻ പരിഭജേ. ജഗത് സൃഷ്ട്യാദിയിൽ, ആ പ്രപഞ്ചത്തിൻ്റെ ആദ്യം സൃഷ്ടി സമയത്ത് ത്വാം നിന്നെ നിഗമനിവഹൈഹി, അന്നേരം സ്തുതിച്ചിട്ടുണ്ട്. ആ ശ്രുതിഗീതയുണ്ട്. നിഗമം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, വേദ ഗണങ്ങളെല്ലാം കൂടെ അങ്ങേ സ്തുതിക്കുന്നുണ്ട്. ആരെപ്പോലെ ഒരു വന്ദിഭീവ, സ്തുതിപാഠകന്മാരെ പോലെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ സ്തുതനായ അല്ലയോ വിഷ്ണു, സച്ചിത് പരമരസ നിർദ്വൈതപുഷം, അവിടെ സത്ത്, ചിത്ത്, ഉണ്മ, ജ്ഞാനം, പരമരസം, ആനന്ദം, രസം, അവിടെ ആനന്ദം പറയാറുണ്ടല്ലോ. ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അങ്ങനെയാണല്ലോ, സാന്ദ്ര ആനന്ദാവബോധാത്മകം എന്നൊക്കെ പറയുമല്ലോ. ആ ഈശ്വരൻ്റെ സ്വഭാവമാണ്. അങ്ങനെ രസ നിർദ്വൈതവപുഷം, രണ്ട് എന്നുള്ള ഇല്ലാത്ത, അതാണ് ഏക സ്വരൂപനായ ആ വസ്തുവോടു കൂടിയ പരമാത്മാവായ അല്ലയോ ഭൂവൻ, അല്ലയോ പ്രഭു,
അതുമാത്രമല്ല പശുപ വനിതാ ഭാഗ്യ നിവഹം, പശുപ വനിതകൾ പ്രജാവാസികളായ വനിതകളുടെ ഭാഗ്യ നിവഹം, ഭാഗ്യത്തിൻ്റെ പാരമ്യവുമായ അങ്ങേ പരീതാപശ്രാന്തി, എല്ലാ പരിതാപങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടി, ഇതാണ് സകല സന്താപങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടി അല്ലയോ പവനപുരവാസൻ ഗുരുവായൂരപ്പ പരിഭജയെ ഞാൻ ഭജിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.